വാങ്ങാൻ കഴിയും. ബാക്കി ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് എല്ലാത്തിനും RV കാണിച്ചിട്ടുണ്ട്, റിഡീമബിൾ വാല്യൂ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ലോയൽറ്റി ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും വാങ്ങാൻ കഴിയും. അപ്പോൾ തന്നെ അവിടെ CV കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഏതാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ സെർച്ച് ചെയ്ത് വെക്കണം, നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. 20% CV ഉള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചുരുക്കമേ ഉള്ളൂ. 20% CV ഉള്ള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. 4 രീതിയിലുള്ള നമ്മുടെ ഓറഞ്ച് സോപ്പ്, ലൈം, സാൻഡല്, അലോവേറ, ഈ 4 സോപ്പിന്റെയും CV എന്ന് പറയുന്നത് 20% CV ആണ് കമ്പനി അതിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 30% CV ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ബോറോസോമിലുണ്ട്. അത് നമ്മളുടെ ഷാമ്പുവിന്റെ സാഷെ പാക്കറ്റ്, അതിന് മാത്രമാണ് 30% CV ഉള്ളത്. പിന്നെ 40% CV ഉള്ളത് ഒരു കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അത് നമ്മളുടെ ഹെയർ ഓയിൽ, ആംല ഹെയർ ഓയിൽ, കൂൾ ഹെയർ ഓയിൽ, നമ്മുടെ ആന്റി കാവിറ്റി പേസ്റ്റ്, ഹെർബൽ ടൂത്ത് പേസ്റ്റ്, നമ്മുടെ ഹെയർ കളർ, അഗർബത്തി, വാഷ്മേറ്റിലുള്ള വാഷ്മേറ്റ് പോപ്പുലർ, വാഷ്മേറ്റ് കോൺസെൻട്രേറ്റഡ്, ഡിറ്റർജന്റ് ബാർ, സ്റ്റെയിൻ റിമൂവർ. ഇത്രയും ഉൽപ്പന്നങ്ങളാണ് 40% CV ഉള്ളത്. ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. കാരണം നമ്മുടെ മുന്നോട്ടുള്ള ബിസിനസ്സിൽ നമുക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. CV കുറവുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ്? കുറച്ച് നിസ്സാരം തന്നെയുള്ളത്. ബാക്കിയുള്ളവരെല്ലാം 60% അതിൽ കൂടുതൽ CV നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ഫുഡ് ആൻഡ് ബെവറേജസ് ഞാൻ അതിനകത്ത് പെടുത്തിയിട്ടില്ല. അതിനകത്ത് CV കുറഞ്ഞ ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് റീഡീമബിൾ ചെയ്യാൻ പറ്റിയത്, ലോയൽറ്റിയിലൂടെ റിഡീം ചെയ്യാൻ പറ്റിയ ഉൽപ്പന്നങ്ങളിൽ 20% CV ഉള്ളത് നമ്മുടെ 4 സോപ്പ്, ഓറഞ്ച്, ലൈം, സാൻഡല്, അലോവേറ, ഈ 4 സോപ്പിന് 20% CV ഉണ്ട്. നമ്മുടെ ഷാമ്പുവിന്റെ സാഷെ പാക്കറ്റിന് 30% CV ഉണ്ട്. നമ്മുടെ ആംല ഹെയർ ഓയിൽ, കൂൾ ഹെയർ ഓയിൽ, അഗർബത്തി, ഹെയർ കളർ, വാഷ്മേറ്റ് പോപ്പുലർ, വാഷ്മേറ്റ് കോൺസെൻട്രേറ്റഡ്, വാഷ്മേറ്റ് ഡിറ്റർജന്റ് ബാർ, വാഷ്മേറ്റ് സ്റ്റെയിൻ റിമൂവർ, ഇത്രയും ഉൽപ്പന്നങ്ങൾക്ക് 40% CV ആണ് കമ്പനി ഉണ്ടാക്കുന്നത്. 50% CV വരുന്ന ഒരു 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഗ്ലോ ഫേസ് പാക്ക്, പിന്നെ വരുന്നത് നമ്മുടെ ടാൽക്കം പൗഡർ, 400 ഗ്രാമിന്റെ ടാൽക്കം പൗഡർ, പിന്നെ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട്, ഷീ ബട്ടർ. ഈ 3 പ്രൊഡക്റ്റുകൾക്കാണ് 50% CV ഉള്ളത്. നമ്മൾക്ക് 800 വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇത്രയും ചുരുക്കം ചില പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ 60% താഴെ CV ഉള്ളൂ എന്നുള്ളത് വലിയൊരു മാറ്റമാണ് കമ്പനി നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഫിറ്റുകൾ, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ട കാര്യം. കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വരുന്നത്, നമുക്ക് അതുകൊണ്ട് ഗുണം കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പ്ലാനിൽ തന്നെ അഡ്വൈസർ ആകണമെങ്കിൽ പേഴ്സണൽ പർച്ചേസ് മിനിമം 1000 CV, 1000 CV ഉണ്ടാകണം. സീനിയർ അഡ്വൈസർ ആകണമെങ്കിൽ നമ്മളുടെ പേഴ്സണൽ പർച്ചേസ് മിനിമം 1000 CV ഉണ്ടാവണം. അതിന് മുകളിലുള്ള ഓരോ പൊസിഷനും സിൽവർ ഡയറക്ടർ തുടങ്ങി ഗോൾഡ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ, അങ്ങനെയുള്ള കാറ്റഗറിക്ക് വരുമ്പോൾ നമ്മളുടെ പേഴ്സണൽ പർച്ചേസ് നമുക്ക് അത് കമ്മീഷണബിൾ ആകണമെങ്കിൽ, നമുക്ക് അതിന്റെ കമ്മീഷൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ CV മിനിമം 2000 നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ 2000 CV എന്നൊരു പേഴ്സണൽ PCV എന്നൊരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആദ്യത്തെ ആഴ്ച തന്നെ അത് ചെയ്യാൻ തയ്യാറായിരിക്കുക. കാരണം ഷെയറിംഗ് ബോണസ് ഒക്കെ നമുക്ക് വീക്കിലി കിട്ടുന്നതാണ്. അത് കിട്ടണമെങ്കിൽ 2000 CV മിനിമം നമ്മളെ PCV ചെയ്തിരിക്കണം. അപ്പൊ 2000 CV ലഭിക്കുന്നതിനായിട്ട് 4000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 2000 രൂപ കൂടുതൽ CV ആണ്. കാരണം നമ്മളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലും 60, 65, 70% CV ഉള്ള ഉൽപ്പന്നങ്ങളാണ്. CV കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തീരെ കുറവാണ് നമുക്ക്. പക്ഷെ എങ്കിലും നമ്മളത് കുറച്ചുകൂടി താഴ്ത്തി പിടിച്ചുകൊണ്ട് ഏകദേശം പകുതി എന്ന രീതിയിൽ കണക്കാക്കി 4000 രൂപ ഹോൾസെയിൽ പ്രൈസ് നമ്മൾ വാങ്ങുന്ന DP പ്രൈസിന് പകരം നമ്മളിപ്പോ ഹോൾസെയിൽ പ്രൈസ് എന്നാണ് പറയുന്നത്. ഹോൾസെയിൽ പ്രൈസ് 4000 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ പേഴ്സണലി പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പേഴ്സണൽ CV ഏകദേശം 2000 രൂപ ഉണ്ടാവും. 2000 CV ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പോൾ 2000 CV വരാനായിട്ട് നമ്മൾ 4000 രൂപ പർച്ചേസ് ചെയ്തു. ശരിക്കും 4000 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ MRP എന്ന് പറയുന്നത് 4000 രൂപയുടെ 33% ഉറപ്പായിട്ടും നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആകുമ്പോൾ കമ്പനി തരുന്നുണ്ട്. അപ്പൊ 33% എന്ന് പറയുന്ന 1320 രൂപയും കൂട്ടി 5320 രൂപയാണ് അതിന്റെ MRP എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്കവിടെ നേരെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 1320 രൂപ നമുക്ക് ലഭിക്കുന്നു. അത് കൂടാതെ ഈ ഒരു മാസത്തേക്ക് നമുക്ക്
പ്രൊഡക്റ്റ് ഓഫ് ദ മന്ത് എന്നൊരു കാറ്റഗറി ഉണ്ട് 15-ാം തീയതി വരെ. അത് കൂടാതെ നമ്മൾക്ക് കമ്പനി ഈ മാസം തന്നെ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ നമുക്ക് തന്നിരുന്നു. അത് അടുത്ത മാസം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അടുത്ത മാസം ഇതിനേക്കാൾ ലാഭം കൂടിയ രീതിയിലായിരിക്കാം നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. കാരണം നമ്മുടെ MD സമീർജി അത്രയ്ക്കും ഉദാരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും താഴ്ന്നു പോകാത്ത രീതിയിലായിരിക്കും നമ്മുടെ കമ്പനി നമുക്ക് തരിക. എങ്കിലും നമ്മളത് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഈ മാസത്തെ ഒരു ബില്ലിങ്ങിൽ നമ്മൾക്ക് 500 CV തുടങ്ങി ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു കാറ്റഗറി നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ എന്ന രീതിയിൽ കമ്പനി അവതരിപ്പിച്ചിരുന്നു. അതിലും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ലാഭം കൂടുതലുള്ളതൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. പേസ്റ്റ് തുടങ്ങി മേലേക്ക് ഉണ്ട്, ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ ഉണ്ട്, നമ്മുടെ ഫേസ് വാഷ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്. ഇതിന് ആ രണ്ട് പ്രൊഡക്റ്റിനും 250 രൂപ 51 രൂപ വെച്ച് MRP വരുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഞാനത് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിക്കാണ് കണക്കെടുത്തേക്കുന്നത്. പേസ്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റിന് ഇത്രയും എമൗണ്ട് നമുക്ക് കാണിക്കാൻ കഴിയില്ല. അടുത്ത മാസം ഇത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പും പറയാൻ കഴിയില്ല. ഇത് സ്ഥാനത്തിനനുസരിച്ചുള്ള ഓഫറുകളിലൂടെ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഈ മാസം ഈ ഒന്നാമത്തെ മാസം മോദിയെ വന്നിട്ടുള്ള ആദ്യത്തെ മാസം തന്നെ കമ്പനി നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഓഫർ, ആ ഒരു പ്രൊമോഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് 2000 CV എന്ന രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 250 രൂപ വില വരുന്ന ബോഡി ലോഷനോ ഫേസ് പാക്കോ ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന്റെ MRP കൂട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരിക ഒരു പ്രൊഡക്റ്റിന് 35 രൂപ വെച്ചിട്ട് 4 പ്രൊഡക്റ്റിന് 140 രൂപ മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് 860 രൂപ ഈ മാസം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഈ മാസത്തെ ലാഭം നമ്മൾ കണക്കൂട്ടി കഴിയുമ്പോൾ ലോയൽറ്റി ഇല്ലാതെ റീറ്റെയിൽ പ്രോഫിറ്റും ഈ ഫ്രീ കിട്ടിയ ഉൽപ്പന്നങ്ങളുടെയും വില മാത്രം കൂട്ടിക്കൊണ്ട് 2180 രൂപ നമ്മൾക്ക് പർച്ചേസ് ബെനിഫിറ്റ് ആയിട്ട് അവിടെ കിട്ടും. അത് നമുക്ക് ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിലും അതിന് മുന്നേ ഉള്ള അഡ്വൈസേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും അത് ലഭിക്കുന്നതാണ്. അപ്പൊ ആ ഒരു തുടക്കത്തിലുള്ള ഒരു ലാഭം. ഇനി അത് കൂടാതെ തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാഭം എന്ന് പറയുന്നത് ലോയൽറ്റി പ്രോഗ്രാം ആണല്ലേ. നമ്മുടെ മുമ്പ് ലോയൽറ്റി പ്രോഗ്രാമും ലോയൽറ്റി പ്ലസും ആയിരുന്നു. ഇപ്പോൾ അത് ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, നമ്മളത് കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നു. ആദ്യത്തെ മാസം 3 മാസം, ആദ്യത്തെ 1 മുതൽ 3 മാസം വരെ ഉള്ളതിന് 10% LRP പോയിന്റ്സ് നമുക്ക് ലഭിക്കും. നമ്മുടെ CVയുടെ 10%. അതിനുശേഷമുള്ള 3 കഴിഞ്ഞിട്ട് 4, 5, 6 മാസങ്ങളിൽ നമുക്ക് 15% ലഭിക്കുന്നു. അതിനുശേഷമുള്ള 3 മാസം നമുക്ക് 20% ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് കട്ടാവായി നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് 25%, നമ്മുടെ CVയുടെ 25% വരുന്ന എമൗണ്ട് ആണ് LRP പോയിന്റ്സ് എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു പർച്ചേസ് രീതി വെച്ചിട്ട് നമ്മൾ 4000 രൂപക്ക് വാങ്ങി നമുക്ക് 2000 CV നമ്മുടെ പേഴ്സണൽ CV വന്നെങ്കിൽ നമ്മളുടെ LRP പോയിന്റ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. 10% സ്ലാബിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 2000-ന്റെ 10% എന്ന് പറയുന്നത് 200 LRP പോയിന്റ്സ് നമ്മൾക്ക് ഉണ്ടാവും. നമ്മൾ 15% എന്ന സ്ലാബിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് 2000 CVയുടെ 15% എന്ന് പറയുന്നത് 300 LRP പോയിന്റ്സ് നമ്മൾക്ക് ഉണ്ടാകും. 20%-ത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിന്റെ 20% 400 LRP പോയിന്റ്സ് നമ്മൾക്ക് ഉണ്ടാകും. 25%-ത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിന്റെ 25% 500 LRP പോയിന്റ്സ് നമ്മൾക്ക് ഉണ്ടാവും. ഇത് LRP പോയിന്റ്സ് ആണ്. നമ്മളത് ലോയൽറ്റി റിഡീം ചെയ്യുമ്പോൾ റിഡീം വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓർഡർ ഫോമിൽ അതും കൊടുത്തിട്ട് അത് നമ്മുടെ CVയും റിഡീം വാല്യൂയും സെയിം തന്നെയാണ് കൊടുത്തത്, ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുക, 200 LRP പോയിന്റ്സ് ഉണ്ടെങ്കിൽ 200 CV ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ കഴിയും. അത് ആദ്യത്തെ ഒരു 3 മാസം മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് അതെല്ലാ മാസവും റിഡീം ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് കമ്പനി ലോയൽറ്റി പരിഷ്കരിച്ചിരിക്കുന്നു. അത് നമ്മൾക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. മുമ്പ് നമ്മൾ 6 മാസം കാത്തിരിക്കണമായിരുന്നു, 12 മാസം കാത്തിരിക്കണമായിരുന്നു, ആ കണക്കൊക്കെ നമ്മൾ കൂട്ടണമായിരുന്നു. പക്ഷെ ഇതൊന്നും വേണ്ട, എല്ലാ മാസവും നമുക്കത് റിഡീം ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിൽ, ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കമ്പനി അത് നമ്മൾക്ക് അനുകൂലമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 10% എന്ന സ്ലാബിൽ നിൽക്കുന്ന 200 LRP പോയിന്റ്സ് ഉള്ള ഒരു വ്യക്തി അത് റിഡീം ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അത് റിഡീം ചെയ്യുക? നമ്മൾ CV ആണ് നമ്മളുടെ കാൽക്കുലേഷനിലെ കണക്ക് നമ്മൾ കാണിക്കുന്നതെങ്കിൽ CV കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങുകയും CV കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ ബില്ലിങ്ങിലൂടെ വാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് 20% CV ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ട്. നമ്മളുടെ സോപ്പ്
ആ സോപ്പ് മാത്രം നമ്മൾ റിഡീം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഫ്രീ പ്രൊഡക്റ്റ് മേടിക്കാൻ നമ്മൾ പോകുമ്പോൾ ആ 20% CV ഉള്ള ഓറഞ്ച് സോപ്പ്, ലൈം സോപ്പ്, സാൻഡൽ സോപ്പ്, അലോവേര സോപ്പ്, ഈ 4 സോപ്പ് മാത്രമായിട്ട് നമ്മൾ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് 20% CVയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1000 രൂപ ഹോൾസെയിൽ പ്രൈസ് വരുന്ന രീതിയിൽ വാങ്ങാൻ കഴിയും. 1000 രൂപയുടെ 20%മാണ് 200. 1000 രൂപ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ സോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ CV എന്ന് പറയുന്നത് 200 ആയിരിക്കുള്ളൂ, 200 CV ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ 200 LRP പോയിന്റ് കൊണ്ട് നമുക്ക് 1000 രൂപയുടെ സോപ്പ് നമുക്ക് വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത് 1330 രൂപയുണ്ടാവും. കാരണം 33% അതിന് നമ്മൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി തരുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുന്നത് 1330 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ റീറ്റെയിൽ പ്രോഫിറ്റും ആ ഫ്രീ പ്രൊഡക്റ്റിനോട് കൂട്ടിയുള്ള 2180 രൂപ, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 1330ഉം 2180ഉം കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് 3510 രൂപയാണ് നമ്മുടെ ആ മാസത്തെ പർച്ചേസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടീം ബോണസോ പോലെയുള്ള ഷെയറിംഗ് ബോണസ്, ട്രിപ്പിൾ ബോണസ്, അതുപോലെ ഒരു കമ്മീഷനും നമ്മൾ കണക്ക് കൂട്ടാതെ തന്നെ 4000 രൂപ എന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരു മാസം വാങ്ങിയത് കൊണ്ട് നമ്മളുടെ കമ്പനി നമ്മൾക്ക് തിരിച്ചു തന്നു. ലാഭമായി നമുക്ക് കിട്ടിയത് 3510 രൂപ ആണ് എന്നുള്ളത് വളരെ വളരെയേറെ ലാഭകരമായ രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത് ചിന്തിക്കണം, നമ്മൾ LRP പോയിന്റ്സ് 10% കാറ്റഗറി നിൽക്കുമ്പോഴാണ്. ഇത് 15% കാറ്റഗറി നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് 300 LRP പോയിന്റ്സ് ഉണ്ടാകും. നമ്മളുടെ 20% CV ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 1500 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് വാങ്ങാൻ കഴിയും. 1500 രൂപയുടെ 20% എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ 300 CV ഉണ്ടാവും. ആ യൂണിക് ആയിട്ടുള്ള LRP പോയിന്റ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് 1500 രൂപയുടെ ഉൽപ്പന്നം വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത് 2000 രൂപയായിരിക്കും. അപ്പോൾ ആ 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. നേരത്തെ ലഭിച്ച ഫ്രീ പ്രൊഡക്റ്റും റീറ്റെയിൽ പ്രോഫിറ്റും കൂടിയുള്ള 2180 രൂപയും കൂട്ടിയിട്ട് നമുക്ക് 4180 രൂപ ലാഭം ലഭിക്കുന്നു. 4000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാത്രം 4180 രൂപ ലഭിക്കും. ഇനി നമ്മൾ 20%-ത്തിലാണെങ്കിൽ നമുക്ക് 400 LRP പോയിന്റ്സ് ഉണ്ടാവും. നമുക്ക് 400 CV ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് 2000 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. കാരണം 2000 രൂപയുടെ 20%-മാണ് 400 എന്ന് പറയുന്നത്. നമ്മൾ 20% CV ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 2000 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത് 2660 രൂപയാണ്. നേരത്തെ ലഭിച്ച 2180 കൂട്ടി നമുക്ക് ആ ഒരു സ്ലാബിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 4840 രൂപ നമുക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെഡീം ചെയ്യുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് 20% CV ഉള്ള ആ ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രം, ആ സോപ്പ് മാത്രം മേടിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുള്ള കണക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ കഴിയും. 25%, നമ്മുടെ ലൈഫ് ലോങ് ഉള്ള 25%-ത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ LRP പോയിന്റ്സ് എന്ന് പറയുന്നത് 500 പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ 500 CV ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് റിഡീം ചെയ്യാൻ കഴിയും. 20% CV ആണ് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കെങ്കിൽ നമ്മൾക്ക് ഹോൾസെയിൽ പ്രൈസ് 2500 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3330 ഉണ്ടാവും. 2500ന്റെ 33% എന്ന് പറയുന്ന തുക കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3330 രൂപ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഫ്രീ പ്രൊഡക്റ്റിന്റെയും റീറ്റെയിൽ പ്രൊഡക്റ്റിന്റെയും കൂട്ടി 2150 കൂട്ടി കഴിയുമ്പോൾ 5510 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ലാഭമാണ് കമ്പനി നമുക്ക് നൽകിയത്. 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ 25% കാറ്റഗറി എത്തി നമ്മളത് റിഡീം ചെയ്യുമ്പോൾ 20% CV ഉള്ള ഉൽപ്പന്നം മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ലാഭം 5510 രൂപയാണ്. ഒരു ബിസിനസ്സിലും ഒരു കച്ചവടത്തിലും കിട്ടാത്ത വലിയൊരു ലാഭം തന്നെയാണ് കമ്പനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ സെയിം കണക്കുകളൊക്കെ തന്നെ നമ്മൾ സോപ്പ് മാത്രം മേടിച്ച് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റിയ പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും എല്ലാ പ്രൊഡക്റ്റും വാങ്ങാൻ ശ്രമിക്കും. 30% CV ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ 30% CV ഉള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ് നമുക്കുള്ളത്? ആകെ ഒരു ഉൽപ്പന്നം നമുക്കുള്ളൂ. കാരണം ഷാമ്പുവിന്റെ സാക്ഷ പാക്കറ്റ് മാത്രം, ആ ചെറിയ ചെറിയ പാക്കറ്റുകൾ മാത്രമാണ് 30% CV ഉള്ള ഉൽപ്പന്നങ്ങളുള്ളത്. അത് എടുത്ത് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും? ഇല്ല. പക്ഷെ അവിടെയും പടികളുണ്ട്.
നമ്മളുടെ LRP പോയിന്റ്സിന്റെ പകുതി പോയിന്റ്സിന് 20% സി ഉള്ള ഉൽപ്പന്നങ്ങളും പകുതി പോയിന്റ്സിന് 40% സി ഉള്ള ഉൽപ്പന്നങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ 30% സി ആയി. അതായത് നമ്മള് 200 പോയിന്റ് ഉണ്ടെങ്കിൽ LRP പോയിന്റ്സ് 200 നമുക്കുള്ളതെങ്കിൽ 100 LRP പോയിന്റ്സ് നമ്മുടെ സ്റ്റോക്കും വാങ്ങി 100 LRP പോയിന്റ്സ് നമ്മുടെ വാഷിംഗ് പൗഡറും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് സി എന്ന് പറയുന്നത് 30%. ആ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി നമ്മളെപ്പോഴും സ്മാർട്ട് ബിസിനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് അല്ല നമ്മുടെ ബിസിനസ്, അത്യാവശ്യം സ്മാർട്ട് വർക്കാണ്. ചിന്തിച്ച് വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട്. ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയുള്ള പ്രോഫിറ്റുകൾ കൂടുതലായിട്ട് ലഭിക്കുക. അപ്പൊ നമ്മൾ ആ രീതിയിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ വാങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളുടെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ആവറേജ് സി 30% നമുക്ക് നിർത്താൻ ഈസി ആയിട്ട് കഴിയും. അവിടെ നമുക്ക് പേസ്റ്റ് വാങ്ങാം, ആന്റി കാവിറ്റി പേസ്റ്റ് വാങ്ങാം, ഹെർബൽ പേസ്റ്റ് വാങ്ങാം, ഹെയർ കളർ വാങ്ങാം, വാഷ്മേറ്റിലെ 4 ഐറ്റംസ് വാങ്ങാം, അഗർബത്തി വാങ്ങാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്കത് അതിലൂടെ വാങ്ങാൻ കഴിയും. ഹെയർ ഓയിൽസ് വാങ്ങാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഓറഞ്ച് സോപ്പ്, ലൈം സോപ്പ്, സാൻഡൽ സോപ്പ്, അലോവേറ സോപ്പ്, ഇത്രയും ഉൽപ്പന്നങ്ങൾ ഫിക്സ് ചെയ്ത് വാങ്ങുമ്പോൾ നമുക്കത് ആ രീതിയിൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 10%-ന് 200 LRP പോയിന്റ്സ് ഉണ്ടാവും. നമുക്കപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഉള്ള 666 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. 666 രൂപയുടെ 30% എന്ന് പറയുന്നത് ഏകദേശം 200 അടുപ്പിച്ച് വരും. അപ്പോൾ നമ്മുടെ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ സി എന്ന് പറയുന്നത് 200 ആയിരിക്കും. അതിന്റെ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 886 രൂപയായിരിക്കും. നമുക്ക് ഫ്രീ കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ MRP എന്ന് പറയുന്നത് 886 രൂപയായിരിക്കും. നേരത്തെ ആദ്യമേ നമ്മൾ പറഞ്ഞ ഫ്രീ പ്രൊഡക്റ്റ്, റീറ്റെയിൽ പ്രോഫിറ്റ് തുടങ്ങിയ ഇനങ്ങളിലുള്ള 2180 രൂപയും കൂട്ടി നമുക്ക് ആ മാസം നമുക്ക് ലാഭമായി ലഭിക്കുന്നത് 3066 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 20% സി ആണ്, ഇപ്പൊ പറയുന്നത് 30% സി ആണ്. 10% നിൽക്കുന്ന LRP പോയിന്റ്സ് നമ്മൾ കൂടിയിട്ടുള്ളൂ. അപ്പോൾ പോലും നമുക്ക് 3066 രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം കമ്പനി നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. 15% കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 300 LRP പോയിന്റ്സ് ഉണ്ടാകും. 300 LRP പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ 30% സി ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നം നമുക്ക് വാങ്ങാൻ കഴിയും. 1000ന്റെ 30%-മാണ് 300. 1000 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന്റെ MRP 33% റീറ്റെയിൽ പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 1330 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞ ലാഭം കൂടി കണക്കാക്കിയാൽ 2150 കൂട്ടിക്കഴിഞ്ഞാൽ 3510 രൂപ നമുക്ക് ലാഭം ലഭിക്കുന്നു. 20%-നാണെങ്കിൽ നമുക്ക് 400 LRP പോയിന്റ്സ് ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് 1333 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP എന്ന് പറയുന്നത് 1773 രൂപയുണ്ടാകും. അതിന്റെ നമ്മുടെ മുൻപേയുള്ള ആദ്യമേ നമുക്ക് ലഭിക്കുന്ന ലാഭം 2180 രൂപ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3953 രൂപ നമുക്ക് ലാഭം ലഭിക്കും. അതും കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലാഭം. ഇനി നമ്മളെല്ലാ സ്ലാബും കടന്ന് നമ്മുടെ ലൈഫ് ലോങ് ലഭിക്കുന്ന 25%-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് പിന്നെ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ ആ സ്ലാബിലാണ്. പിന്നെ നമുക്ക് ഈ രീതിയിലുള്ള വരുമാനം ലാഭം നമ്മൾക്ക് എല്ലാ മാസങ്ങളിലും ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു സ്ലാബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന 500 പോയിന്റിന് ആനുപാതികമായിട്ട് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് 1666 രൂപക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത് 2216 രൂപയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻപെയുള്ള ലാഭം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2216 പ്ലസ് 2180 ഈക്വൽസ് 4396 രൂപ. നമ്മൾ 30% സി വി ഉള്ള ഉൽപ്പന്നങ്ങൾ അത് വാങ്ങിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. നമ്മളുടെ LRP പോയിന്റ്സിന്റെ പകുതി 20% സി ഉള്ള ഉൽപ്പന്നങ്ങളും ബാക്കി പകുതി 40% സി ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് 30% സി നിർത്തും. കണക്ക് ഈക്വൽ ആയിട്ട് തന്നെ വരും. കാരണം നമ്മളുടെ എല്ലാത്തിന്റെയും രീതി ഒരേ രീതിയിലാണ് കമ്പനി കൂട്ടിപ്പോയേക്കുന്നത്. നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലും സി വി ആയാലും ഒക്കെ ഒരേ രീതിയിലാണ് കമ്പനി കൂട്ടിപ്പോയേക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് 4400 396 എന്ന് പറയുമ്പോൾ 4400 രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും 4000 രൂപ മാത്രമാണ്. ഇരട്ടിയോളം ലാഭം നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഡെയിലി യൂസ് ഉൽപ്പന്നങ്ങളായ പേസ്റ്റ്, വാഷിംഗ് പൗഡർ, 2 തരത്തിലുള്ളത്, വാഷിംഗ് ഡിറ്റർജന്റ് ബാർ, പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ, ഹെയർ കളർ, ഇതൊക്കെ നമ്മൾ കുളിക്കുന്ന സോപ്പ്, ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾക്ക് ഒരു കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ
ന്യൂ വേ എന്ന ഒരു പ്രോഗ്രാമിലൂടെ കമ്പനി നമുക്ക് ലാഭം കൂട്ടി തന്നിരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഈ ഇത്രയും വാങ്ങുന്നില്ല, നമ്മൾ അതിന്റെ അപ്പുറത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ ശ്രമിക്കുകയാണ്. 40% CVI ആവറേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് 40% CVI എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഭയങ്കര ലാഭം. ആ കണക്ക് നമുക്ക് നോക്കാൻ കഴിയും. നമ്മളുടെ 200 LRT പോയിന്റ്സ് ഉണ്ടെങ്കിൽ 10% നിൽക്കുന്ന ആൾക്ക് 200 LRT പോയിന്റ് ഉണ്ടെങ്കിൽ 500 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. 40% CVI ആണെങ്കിൽ 40% CVI വാങ്ങുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് 40% CVI ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാം. 60% CVI ഉള്ള ഉൽപ്പന്നങ്ങളും 20% CVI ഉള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയും. കാരണം നമ്മുടെ LRT പോയിന്റ്സിന്റെ പകുതി 20% CVI ഉള്ള ഉൽപ്പന്നങ്ങളും ബാക്കി പകുതി 60% CVI ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആവറേജ് വരുമ്പോൾ 40% CVI നമ്മളുടെ വെൽനസിലെ കുറെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കഴിയും. നമ്മളുടെ മേക്കപ്പ്, സ്കിൻ കെയർ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ നമുക്ക് കൂടെ വാങ്ങാൻ കഴിയും. അതോട് അനുപാതികമായിട്ട് തന്നെ 20% CVI ഉള്ള നമ്മളുടെ സോപ്പ് കൂടി വാങ്ങാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതെല്ലാവരും മിക്സ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് 40% CVI രീതിയിലേക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10% നിൽക്കുന്നവർക്കുള്ള 200 പോയിന്റ് കൊണ്ട് നമുക്ക് 500 രൂപ ഹോൾസെയിൽ പ്രൈസുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിന്റെ MRP എന്ന് പറയുന്നത് 665 രൂപയാണ്. 665 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാ മാസവും ഫ്രീ ആയിട്ട് വാങ്ങാൻ കഴിയും ഈ രീതി ചെയ്ത് 10%. നേരത്തെ പറഞ്ഞ ലാഭം 2180 രൂപ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 2845, 665 പ്ലസ് 2180 ഈക്വൽസ് 2845 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. 15%-ത്തിലാണെങ്കിൽ 300 LRT പോയിന്റ്സ് ഉണ്ടാകും. 300 LRT പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 40% CVI ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ 750 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. 750 രൂപയാണെങ്കിൽ അതിന്റെ MRP എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. 1000 രൂപ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അത് നമ്മൾ 15%-ത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പേഴ്സണലി ചെയ്യുന്ന CVI 2000 ആണ്. നമ്മൾ വാങ്ങുന്നത് 40% CVI ഉള്ള ഉൽപ്പന്നങ്ങളാണ്. ഇങ്ങനെയെങ്കിൽ നമുക്ക് 1000 രൂപക്കുള്ള ഉൽപ്പന്നങ്ങൾ, MRP ഉള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ലാഭം നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റും നമ്മുടെ ഫ്രീ പ്രൊഡക്റ്റിന്റെയും എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 2180 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 3180 രൂപ നമുക്ക് അപ്പോഴും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. 20%-ത്തിലാണെങ്കിൽ 400 LRT പോയിന്റ്സ് ഉണ്ടാവും. 40% CVI ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നു. അതിന്റെ MRP എന്ന് പറയുന്നത് 1330 രൂപ ഉള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. 1330 പ്ലസ് 2180 പ്ലസ് 3510 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. നമ്മൾ അപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 4000 രൂപ മാത്രമേ ഉള്ളൂ. ഈ 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കേസ്, ഭൂരിഭാഗം വ്യക്തികൾ പർച്ചേസ് ചെയ്യുന്ന രീതി വെച്ചാണെങ്കിൽ 2000 CVI ആയിരിക്കില്ല, അത് 2200, 2400, 2500 ഒക്കെ പോകും. നമ്മൾ അത് തീരെ കുറച്ചിട്ട് പകുതിയാക്കി കണക്കാക്കിയിട്ടാണ് 2000 കാണിച്ചേക്കുന്നത്. ആ CVI കൂടുന്നതിനനുസരിച്ചുള്ള ലാഭം നമ്മളുടെ ഇവിടെ എല്ലാ കണക്കുകളിലും മാറ്റം ഉണ്ടാവും, കൂടിക്കൊണ്ടേയിരിക്കും. 25% CVIയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 പോയിന്റ് ഉണ്ടാവും. നമുക്ക് 1250 രൂപ ഹോൾസെയിൽ പ്രൈസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 1250-ന്റെ 40% എന്ന് പറയുന്നത് 500 ആയിരിക്കാം. പോരാതെ MRP 1662ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയ 2180 രൂപ ലാഭമാണ് കൂട്ടി 3842 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 50% CVI ഉള്ള ഉൽപ്പന്നങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ലോയൽറ്റി പ്രോഗ്രാം തുല്യമാവും. കാരണം നമ്മളുടെ വിലക്ക് തുല്യമായ രീതിയിലേക്ക് നമ്മൾ CVI കാണിച്ചിരിക്കുന്നത് 50%. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് 50% CVI ആണെങ്കിൽ നമ്മൾ വാങ്ങുന്ന തുകയുടെ നേരെ 25%, അതിന്റെ നേരെ 25% നമുക്ക് ഫ്രീ ലഭിക്കുന്ന അവസരമായിരിക്കും. പക്ഷെ ഇത്രയ്ക്കും ലാഭകരമായ രീതിയിൽ വാങ്ങാനുള്ള അവസരം നമ്മൾക്കുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും 50% CVI ഉള്ള ഉൽപ്പന്നങ്ങളിലേക്കോ 60% CVI ഉള്ള ഉൽപ്പന്നങ്ങളിലേക്കോ നമ്മൾ ഒരിക്കലും പോകില്ല. കാരണം നമ്മളുടെ എല്ലാ മാസവും റിഡീം ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലാണ്. 6 മാസം കാത്തിരുന്നിട്ടല്ല, നമുക്ക് എല്ലാ മാസവും എല്ലാ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമാണ്. അത് നമുക്ക് എല്ലാ മാസവും റിഡീം ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കണക്ക് കൂട്ടി തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ മറ്റുള്ള കമ്മീഷൻ, ഷെയറിംഗ് ബോണസ്, ട്രിപ്പിൾ കോർ ബോണസ്, ടീം ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, സ്കൂൾസിലുള്ള ബോണസുകൾ, ഇതൊന്നും കൂട്ടാതെ തന്നെ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെയേറെ ലാഭകരമായ രീതിയിൽ
ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് കമ്പനി മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഈ എല്ലാവരും ഈ ലോയൽറ്റി റിവാർഡ്സ് പോയിന്റ്സിനെ കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 90% വ്യക്തികൾ അത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഞങ്ങളുടെ ഗ്രൂപ്പുകളിലത്തെ തർക്കം വന്നിട്ടുണ്ട്. പണ്ടത്തേനേക്കാൾ ഒരുപാട് നഷ്ടമാണ് ലോയൽറ്റി പോയിന്റ്സിലൂടെ വന്നിരിക്കുന്നത്. CV ബേസ്ഡ് ആയതുകൊണ്ട് നമുക്കത് പഴയ പോലെ ലാഭം കിട്ടൂല എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വന്നായിരുന്നു. പക്ഷെ ദിവസം ചെല്ലുന്തോറുമാണ് ഇതിന്റെ ഓരോ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ കണക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ 40% CV ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിയാൽ പോലും 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 4000 രൂപ അടുക്കം പിടിക്കാം. 3842 രൂപയോളം വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 3000 രൂപയുടെ കണക്കാണ് നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നത് 1830 രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 3000 രൂപയുടെ കണക്ക് പറയുന്നു, 3500 ഉൽപ്പന്നങ്ങൾ പറയുന്നു, ഫ്രീ പ്രൊഡക്റ്റ്, ലോയൽറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾക്ക് കിട്ടിയിരുന്ന ലാഭം എന്ന് പറയുന്നത് ലാഭം കിട്ടിയിരുന്നത് 1830 പക്ഷെ ഇവിടെ 4000 രൂപ മുടക്കി കഴിഞ്ഞാൽ 40% CV ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ പോലും 4000 രൂപയോളം തന്നെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. 3842 ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾക്ക് അനുകൂലമായ രീതിയിലാണ് കമ്പനി മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ നെഗറ്റീവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നെഗറ്റീവാണ് നമുക്ക് തോന്നുന്നെങ്കിൽ പോലും അതിന്റെ പിന്നിൽ വളരെയേറെ പോസിറ്റീവുകൾ കുത്തി നിറച്ചുകൊണ്ടാണ് കമ്പനി നമ്മൾക്ക് വേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക. നമ്മളുടെ ആരാധനായ MD സമീർജിയുടെ വിഷൻ എന്താണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും വേണ്ട, എന്റെ പപ്പ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞു, എന്റെ പപ്പ ഒരുപാട് ക്യാഷ് എനിക്ക് വേണ്ടി മറ്റുള്ള ബിസിനസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ട, എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് അദ്ദേഹം അത്രയ്ക്ക് കോൺഫിഡന്റോട് കൂടിയാണ് നമ്മൾ കുറച്ച് ഉറപ്പ് നൽകിയത്. അദ്ദേഹം ആ രീതിയിലാണ് ഇതിനകത്ത് ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതെല്ലാവരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ തിരിച്ചറിയുക. നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു നല്ല മനസ്സോടുകൂടി ഈ ബിസിനസിനെ സമീപിച്ചുകൊണ്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് വേണ്ട മാറ്റങ്ങൾ, നമ്മൾക്ക് വേണ്ട നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു രാജീവ് സർ. താങ്ക് യു സുനിൽ സാർ. വളരെ നല്ല രീതിയിൽ ഞാൻ ഇന്നലെ ഒരു പ്രാവശ്യം കേട്ടതാണെങ്കിൽ കൂടി ഇന്നും കേട്ടപ്പോ എനിക്ക് വളരെയധികം ആത്മവിശ്വാസവും സന്തോഷവും എന്റെ മനസ്സിൽ ഇങ്ങനെ തരുതല്ലേ. ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യം കേട്ടാണ്. അപ്പൊ നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്, നിങ്ങൾ ഞെട്ടിയാവുന്നാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഞെട്ടാത്തതെന്ന്? കാരണം എല്ലാവരും ഞെട്ടിയിട്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ തിരിച്ച് എന്നോട് ചോദിക്കാണ് രാജീവ് സാർ എന്താണ് ഞെട്ടാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റേ ഹരിശ്രീ അശോകൻ പറക്കന്തളിയിൽ ദിലീപിനോട് പറഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാണ്, ഇനി രണ്ടാമത് ഞാൻ ഞെട്ടൂലെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോ എല്ലാവരും മുഖത്ത് ആനി മാഡത്തിന്റെ ഒക്കെ ആ മുഖം ഇപ്പൊ ഞാൻ മറ്റേ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് വിടർന്ന് നിൽക്കുകയാണ്. മറ്റേ റോസാപ്പൂ വിടർന്നു വിട്ട്. കാരണം എല്ലാവർക്കും ഇതില് വളരെയധികം സംശയങ്ങളും ആശങ്കകളും തന്നെ പറയാൻ വേണമെങ്കിൽ കൺഫ്യൂഷനുകളൊക്കെ കൂടി നിൽക്കായിരുന്നു. കാരണം ഇപ്പൊ ഉള്ള നമ്മുടെ പുതിയ ഒരു പ്ലാൻ വന്നു കഴിയുമ്പോ അത് നമ്മൾക്ക് നഷ്ടമായിരിക്കോ, എല്ലാവരും മോദി കെയറിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സുനിൽ സാറിന്റെ ഈ നല്ലൊരു സ്പീച്ചിനോട് കൂടി ആ ആശങ്കകളൊക്കെ അകന്ന് എല്ലാവരും നല്ല രീതിയിൽ ഇനി വീണ്ടും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഇത്രയും ഊർജം മതി എല്ലാവർക്കും ഇനി മോദി കെയറിൽ തുടർന്നുകൊണ്ടാണ്. അത് അങ്ങനെ ഒരു ഊർജം ഞങ്ങൾക്ക് നൽകിയതിന് സുനിൽ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ നമ്മൾക്ക് കൂടുതൽ പറയാനുണ്ട്, അപ്പൊ സമയമില്ല. നമ്മുടെ ആരാധ്യനായ നമ്മുടെ ജോളി സാറ് ഞെട്ടിയിരിക്കുള്ളൂ ഇപ്പൊ. കാരണം ഇത്രയും ജോളി സാറും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ജോളി സാറും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ജോളി സാറിന്റെ അടുത്ത എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കണ്ടേ. അപ്പൊ അതിന് നാം ജോളി സാറിന് അവൈലബിൾ ആണ്. ജോളി സാറെ അവൈലബിൾ ആണോ? വാ സാറേ പറഞ്ഞോളൂ. ഓക്കെ, ഒരു മിനിറ്റ്.
സെക്കൻഡ്. അപ്പോ വളരെ നല്ലൊരു പ്രസന്റേഷൻ ചെയ്ത നമ്മുടെ സുനിൽജിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. എന്റെ ശബ്ദം ക്ലിയർ ആണോ? യെസ് ക്ലിയർ ആണ് യെസ് സാറേ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രത്യേകം കൺഗ്രാജുലേഷൻ മിസ്റ്റർ സുനിൽ. എനിക്ക് തോന്നുന്നു കുറച്ച് അധികം സമയം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. പൊതുവെ നമ്മൾ സുനിലിയെ പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നമ്മൾ ട്രെയിനിങ്ങിൽ നിന്ന് മാത്രമല്ല, അതല്ലാതെ ഗൂഗിളിന്റെയും യൂട്യൂബിന്റെയൊക്കെ സഹായത്തോടു കൂടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ് നമ്മുടെ സുനിൽജി. അപ്പോ സ്പെഷ്യൽ അപ്രിസിയേഷൻ ടു യു. അത് പ്രത്യേകം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ തയ്യാറാക്കി എന്ന് മാത്രമല്ല, അതൊരു പ്രസന്റേഷൻ രീതിയിൽ ഇത് റെഡിയാക്കി എടുത്തിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ഇത് പഠിക്കണമെന്നില്ല. രാജുജി പറഞ്ഞ പോലെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനും നോക്കിയിട്ടില്ല. ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നോക്കിയത്. പ്രത്യേകിച്ച് ഓരോ ഉൽപ്പന്നങ്ങളുടെയും ആ LRP പോയിന്റ്സും അതേമാതിരി തന്നെ അതിന്റെ മറ്റ് പ്രോഫിറ്റും റീറ്റെയിൽ പ്രോഫിറ്റും ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് എങ്ങനെ ഒരു ബുദ്ധിമാനായ വ്യക്തി മോദി കെയർ ബിസിനസ്സിനെ സമീപിക്കണം, എത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയെല്ലാം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് ഇത് പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രോഫിറ്റുകൾ കിട്ടുന്നതെന്ന് കൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്ത് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരും ബിസിനസ് ചെയ്യുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലെ? ലക്ഷങ്ങൾ മുടക്കി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരുന്ന് ആ ഒരു ഏരിയയിലുള്ള ആളുകളുടെ കച്ചവടം മാത്രം, അല്ലെ, ഏറ്റെടുത്തുകൊണ്ട് അവരെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റിന് വേണ്ടി ചെയ്തിട്ട് പോലും സാധാരണ ജോലിക്കാരേക്കാൾ നല്ല നിലയിലാണ് ഈ പറയുന്ന റീറ്റെയിലിംഗ് ചെയ്യുന്ന ബിസിനസ്സുകാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിയാണ് സാറേ, വളരെ കറക്റ്റ് ആണ്. വെറും റീറ്റെയിൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ മുടക്കി ഒരു കടയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഒരു പക്ഷെ രാവിലെ 8 മണിക്ക് തുറക്കും, രാത്രി 10 മണിക്കായിരിക്കും അടയ്ക്കുന്നത്. പ്രധാനപ്പെട്ട പരിപാടികൾ പങ്കെടുക്കാൻ പറ്റില്ല. ഫുൾ ടൈം അവിടെ വേണം. ഫുൾ ടൈം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ട പോലെയാണ്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന റീറ്റെയിൽ മാർജിൻ മാത്രമാണ്. അത് ഒരു ദിവസം കട തുറന്നില്ലെങ്കിൽ വരുമാനമില്ല. അടുത്ത് വേറെ ഒരു കോമ്പറ്റീറ്റീവ് കട വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരുപാട് പണം മുടക്കേണ്ടി വരും, ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർ നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോദിക്കേനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഫ്രീ ബേഡാണ്. നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഒരു ഏരിയയിൽ ഒതുങ്ങി നിന്ന് അവിടുത്തെ ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, യാത്ര ചെയ്ത് കൊടുക്കാം, അല്ലെ? നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം, നല്ല കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാം. നമ്മളെ ഏരിയ മോശമാണെങ്കിൽ വേറെ ഏരിയയിൽ പോയി നമുക്ക് ബിസിനസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മോദി കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എളമക്കര എന്ന് പറയുന്ന കൊച്ചു ഒരു ഗ്രാമത്തിലാണ്. ഇപ്പൊ എന്റെ സിസ്റ്റർ മോളേക്ക് ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് കസ്റ്റമേഴ്സിനെ ഒന്നും കിട്ടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകളായിരുന്നു എന്റെ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു. അപ്പൊ എന്റെ കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടെത്തിയത് എന്റെ പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്ന ആളുകളും എന്റെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും അതേമാതിരി തന്നെയുള്ള ഷോപ്പുകളിലൊക്കെയാണ് ഞാൻ എന്റെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയത്. എന്റെ ബിസിനസ് ഡെവലപ്പ് ആയതും ഈ പറയുന്ന പോലെ വീടിന്റെ പരിസരത്തു നിന്നല്ല, പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് എന്റെ ബിസിനസ് ഡെവലപ്പ് ആയത്. അതിനർത്ഥം സാധാരണ ബിസിനസ് പോലെയല്ല, എവിടെയാണ് നമുക്ക് സ്കോപ്പ് ഉള്ളത് അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും റീറ്റെയിൽ പ്രോഫിറ്റ് ഒക്കെ ഇത്രയും വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്യുക. റീറ്റെയിലിംഗ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളായിട്ടുള്ള നമ്മുടെ ധീരുഭായ് അംബാനി സ്റ്റാർട്ട് ചെയ്ത റിലയൻസ്, അല്ലെ? അവർക്കും റീറ്റെയിലിംഗ് ഉണ്ട്, അല്ലെ? അവർ ഈ പറയുന്ന പോലെ റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ ഈ പറയുന്ന പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും എല്ലാം വിൽക്കുന്നുണ്ട് റിലയൻസ്, അല്ലെ? ഇന്ത്യയിൽ ടോപ്പ് ബിസിനസ്സുകാരാണ്. അതേമാതിരി മറ്റൊരു ബിസിനസ്സുകാരൻ ടാറ്റയും ഈ പറയുന്ന ഉപ്പ് വിൽക്കുന്നുണ്ട്, അല്ലെ? ഉപ്പ് വിൽക്കുന്നുണ്ട്, മുട്ടുസൂചിയും വിൽക്കുന്നുണ്ട്, സ്റ്റീലും വിൽക്കുന്നുണ്ട്,
കാറും വിൽക്കുന്നുണ്ട്, എല്ലാം വിൽക്കുന്നുണ്ട്, അവരും വിൽക്കുന്നുണ്ട്. എല്ലാവരും വിൽപ്പനക്കാരാണ്. വിൽപ്പനയിലൂടെയാണ് എല്ലാവരും കോടീശ്വരന്മാരായിട്ടുള്ളത്. അപ്പൊ വിൽപ്പനയോട് എന്തെങ്കിലുമൊക്കെ അറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. വളരെ അഭിമാനത്തോടു കൂടി തന്നെ റീറ്റെയിലിംഗ് ചെയ്യുക. അതിൽ നമ്മളൊരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. റീറ്റെയിലിംഗ് എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഒരു കഥയൊക്കെ പറയാറുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സാധാരണ ഒരു ഹോട്ടലിൽ ചട്നിയുടെയും ദോശയുടെയും കഥയൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. കാരണം ടേസ്റ്റ് കൂടുതൽ ചട്നിക്കാണെങ്കിലും ദോശ മേടിച്ചാൽ ചട്നി കിട്ടും. അപ്പൊ മോദി കേരളയിൽ ഒരുപാട് റെക്കഗ്നീഷനും അച്ചീവ്മെന്റ്സും വലിയ ഇൻകം എല്ലാം ഉണ്ട്. അതെല്ലാം വളരെ ടേസ്റ്റിയാണ്. പക്ഷെ ഈ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ റീറ്റെയിലിംഗ് ആയിട്ടുള്ള ദോശ വാങ്ങിച്ചാലേ ടേസ്റ്റി ആയിട്ട് ചട്നി കിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്താൽ മാത്രമേ മറ്റുള്ള നേട്ടങ്ങളൊക്കെ കിട്ടൂ. ഞാൻ മോദി കേരള വന്നത് ശരിക്കും റീറ്റെയിൽ ചെയ്യാനോ ഓട്ടോ വാഷ് വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. സുനിൽ ജോർജ് സാറ് നമ്മുടെ ടീമിലെ ഡയമണ്ട് ഡയറക്ടറാണ്. അദ്ദേഹവും വന്നത് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഷാജു സാറ് അദ്ദേഹവും ഡയമണ്ട് ഡയറക്ടർ, അദ്ദേഹം വന്ന് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി വന്നത് കൊണ്ട് ആണ് ഈ അച്ചീവ്മെന്റിലേക്ക് എത്തിയത്. അന്നും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്, ഇന്നും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലിംഗ് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ കൂടിയ സാഹചര്യത്തിൽ റീറ്റെയിലിംഗ് കൂട്ടുക. മാർജിൻ കൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാലാനുസൃതമായിട്ടുള്ള വിലയിലുള്ള ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് അത് കൂടിയേ തീരും. ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. മാർക്കറ്റിൽ മറ്റു ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ വില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാം. അപ്പോ റീറ്റെയിലിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അടുത്തതായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എപ്പോഴും ഡെവലപ്പ് ആകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റിക്രൂട്ട്മെന്റിലൂടെ, സ്പോൺസറിങ്ങിലൂടെ, ജോയിനിങ്ങിലൂടെയാണ്. ഇവിടെയുള്ള മറ്റെല്ലാ ബിസിനസ്സുകളും, ഇത്തരത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ത്രൂ സ്പോൺസറിങ് ആണ്, ജോയിനിങ് ആണ്. എല്ലാ LIC അല്ലെ ഏജൻസും ബിസിനസ് ചെയ്യുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടാണ്. LIC എന്ന് പറയുന്ന ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയും അതിനോടൊപ്പം പ്രൈവറ്റ് മേഖലയിലുള്ള HDFCയും ICICിയും അല്ലെ തുടങ്ങിയ എല്ലാ പ്രമുഖ കമ്പനികളും ബിസിനസ് ചെയ്യുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടാണ്. ജോയിനിങ്ങിലൂടെയാണ് അവരെല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കും ഇവിടെ ജോയിനിങ് മസ്റ്റ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ റീറ്റെയിലിങ്ങിനോടൊപ്പം തന്നെ നല്ല പ്രാധാന്യം നമുക്ക് നെറ്റ്വർക്കിങ്ങിനും സ്പോൺസറിങ്ങിനും കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സ്പോൺസറിങ്, പുതിയ ബോണസ്, നമ്മൾ ഷെയറിംഗ് ബോണസും അതേമാതിരി തന്നെ പുതിയ എന്താണ് സെക്കൻഡ് ബോണസ്, ട്രിപ്പിൾ പവർ ബോണസും ഒക്കെ മാക്സിമം റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിച്ചല്ലോ. പലപ്പോഴും ഇവിടെ സംഭവിക്കാറുള്ള ഒരു കാര്യം, ആദ്യകാലങ്ങളിൽ വളരെ വിമർശനത്തോടു കൂടി നമ്മൾ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കും. ആദ്യ സമയങ്ങളിലൊക്കെ അവർ പർച്ചേസ് ചെയ്യും. ചില സമയങ്ങളിൽ ഇവര് പർച്ചേസ് നിർത്തി ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോ ബിസിനസ് ചെയ്യാത്ത സാഹചര്യം, ഉൽപ്പന്നം മേടിക്കാത്ത സാഹചര്യം എല്ലാം ഉണ്ടാകും. അത് ഈ ബിസിനസിന്റെ ഒരു നേച്ചറാണ്. കാരണം എല്ലാവരും ഇതിലേക്ക് വരുന്നത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ വരും പോകും. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഒരിക്കലും കിട്ടാത്ത ഒരു ബോണസ് ആണ് നമുക്കിപ്പോ കമ്പനി അനുവദിച്ചിരിക്കുന്ന ഷെയറിംഗ് ബോണസ്. പുതിയ ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് എന്തായാലും 2-3 മാസം അവര് പർച്ചേസ് ചെയ്യും നോർമലി. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20% മാർജിൻ കിട്ടുന്ന മനോഹരമായ ഒരു അവസ്ഥ ഇപ്പൊ നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നും ചടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് മോദി കെയറിലെ ആദ്യ സമയങ്ങളിൽ നമ്മൾ എടുത്ത ആ ഒരു എഫർട്ട്, അന്ന് നമ്മൾ മെമ്മറി ജോഗർ റിഫ്രഷ് ചെയ്ത് പല ആളുകളെ ഫോൺ ചെയ്തിട്ടുണ്ടാവും, പല ആളുകളെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും, പല ആൾക്കാരുടെയും വീട്ടിൽ പോയി നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഹൗസ് മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് പല ആൾക്കാരും അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊന്ന് ബാക്ക് ടു ബേസിക്സിലേക്ക് പോവാം. തുടക്കകാലത്ത് എടുത്ത ആ ഒരു എഫർട്ടിലേക്ക് പോകാം. കാരണം ഇപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മോദി കെയർ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഏറ്റവും ഒരു നല്ല സുവർണ കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പത്രവാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊക്കെ ഒരു പ്രിന്റ് എടുക്കുക. ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു പ്രിന്റ് ഒക്കെ എടുത്ത് അതിനകത്ത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ പ്രസന്റേഷന് വേണ്ടി ഇറങ്ങുക. ആളുകളുടെ മനസ്സിൽ ഇനിയും ഇതൊരു ശരിയായ ബിസിനസ് അല്ല, തെറ്റായ ബിസിനസ് ആണ്, അല്ലെങ്കിൽ വില കുറഞ്ഞ ബിസിനസ് ആണ്, തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ ചിന്തിക്കുന്ന വിവരം കുറഞ്ഞ ആൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർക്ക് അറിയില്ല. ഏത് തരത്തിലുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നടന്ന നമ്മുടെ മുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും പങ്കെടുത്ത പ്രോഗ്രാം പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് എന്ത് വേണ്ടി വരും?
അവരൊക്കെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? നമ്മുടെ തെളിവ് വേണ്ടി വരും. ഇവരൊക്കെ ഒന്ന് അറിയിക്കണം അല്ലെ? ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടി, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടോടുകൂടി, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടോടുകൂടി അല്ലെ, എല്ലാ സപ്പോർട്ടോടും കൂടി വളരെ നിയമപരമായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അതിന്റെയൊക്കെ കോപ്പീസ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോ ഇന്നത്തെ മെട്രോ വാർത്തയിലൊക്കെ നമ്മളുടെ സമീർ മോദി സാറിന്റെ വിസിറ്റിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ പറ്റിയും എത്തരത്തിലാണ് മോദി കേരളം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ പോസിറ്റീവാണ്. പണ്ടൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കിട്ടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാൽ നെഗറ്റീവ് ആയിരുന്നു. ശരിയല്ലേ? എല്ലാവരും ഓർക്കുക, പണ്ട് ഇതേപോലെയുള്ള വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ടുണ്ട്. 9-1 അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതേപോലെ സമീർ മോദി സാർ വന്ന് പങ്കെടുത്ത സിയാലിലെ പ്രോഗ്രാം, അതിലും അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള സ്നേഹം നമ്മൾ നേരിട്ട് അനുഭവിച്ചു. ഇതൊന്നും ഒരുമിച്ച് കിട്ടുന്ന വേറെ മേഖലയൊന്നും ഇപ്പോഴില്ല. മറ്റു മേഖലയിലുള്ള ആളുകളെല്ലാം നന്നായി സ്ട്രഗിൾ ചെയ്താണ് അവരുടെ മേഖലയിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പോസിറ്റീവായിട്ട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് പ്ലാൻ മാറി, നിയമം സ്ട്രോങ് ആയി, സമീർ മൂസാന്റെ പ്രോഗ്രാം വന്നു. ഇനി വരുന്ന 8-ാം തീയതി മനോഹരമായ പ്രോഗ്രാം വൈറ്റിലയിൽ നടക്കുന്നു. മാർച്ച് 8-ന് വൈറ്റിലെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നടക്കുന്നു. നമുക്കറിയാം മറ്റുള്ള എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൗജന്യമാണെങ്കിൽ അവിടെയെല്ലാം ചില ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം പോലും ഇതും ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ സൂം പ്ലാറ്റ്ഫോം എടുത്തിട്ടുള്ളത്. നമ്മൾ പറവൂര് നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട് വൈറ്റ് സിറ്റിയിൽ, അതും അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതെല്ലാം ചെയ്യുന്നതാരാണ്? ലീഡേഴ്സും കമ്പനിയൊക്കെയാണ്. ഓരോ പ്രോഗ്രാമിനും ചെലവുണ്ട്. ഇപ്പൊ നമ്മളെ MLC പ്രോഗ്രാം നടക്കുന്നത് അതും നമുക്ക് ഫ്രീ ആണ്. പക്ഷെ അവിടെ നല്ലൊരു, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ്, 1.5 ലക്ഷം രൂപയോളം അവിടെ വാടക കൊടുക്കുന്നുണ്ട്. അവിടെ AC ഉണ്ട്. എല്ലാം ഇതിനെല്ലാം കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ ചെലവുണ്ട്. അപ്പൊ അതിനിടയിൽ 2-3-4 മാസത്തിനിടയിൽ വരുന്ന ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മുടേതായ ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ബിസിനസിന് വേണ്ടി ചെയ്യുന്ന കൊച്ചി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ട്രഡീഷണൽ ബിസിനസ്സുകളിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ? നമ്മൾ ഇടയ്ക്ക് ബോർഡ് മാറ്റണം, ലൈറ്റ്സ് ഇടണം, കട പെയിന്റ് അടിക്കണം, പുതിയ പുതിയ സിസ്റ്റംസ് മേടിച്ച് വെക്കണം. അപ്പൊ എല്ലാ ബിസിനസ്സിലും കൊച്ചു കൊച്ചു ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഇവിടെയും ഇത്തരത്തിലുള്ള ചില പ്രോഗ്രാമുകൾ വരുമ്പോഴെങ്കിലും നമ്മൾ കൊച്ചു ഇൻവെസ്റ്റ്മെന്റ് മുടക്കി ടിക്കറ്റ് ഒക്കെ എടുത്ത് പുതിയ ആൾക്കാരെ പങ്കെടുപ്പിച്ച് മാക്സിമം പുതിയ ബോണസ് നേടിയെടുക്കുക. അപ്പൊ സമയത്തിന് പോരാൻ നിർത്തുന്നു. അപ്പോ ഇന്നത്തെ പ്രോഗ്രാം വളരെ വിജയകരമാക്കി മാറ്റിയ നമ്മുടെ, എനിക്ക് തോന്നുന്നു MC ആയിട്ട് ആദ്യം ഞാൻ ഉണ്ടായിരുന്നില്ല, കുറച്ചു നേരം രാജീവ് ജിക്കും സംസാരിച്ച, മെസ്സേജ് ഒക്കെ ചെയ്ത് പ്രോഗ്രാമിന് ഭംഗിയാക്കിയ എല്ലാവർക്കും, പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. ജയ് മോദി വേ മോഡി. Thank you, sir. Thank you, all താങ്ക് യു leaders. സർ. Thank you, sir. Thank you. നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോ നമ്മുടെ 6 മണി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജീവ് ജി ക്ലോസ് ചെയ്തോട്ടെ? സജീവ്, ആൻജിച്ചി ക്ലോസ് ചെയ്തോട്ടെ? Proceed. താങ്ക് യു ഓൾ. നൈറ്റ്. താങ്ക് യു.